അല്ല, ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, അവരാണ് പരാതിപ്പെട്ടത് എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നത്. എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല. ഇവര് പരാതിപ്പെട്ടു എന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നു. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത 2 പേരെ ആക്കണമെന്ന് പറഞ്ഞു. ഇതാണ് എന്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിന്റെ അകത്തുണ്ട്. ഈ വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവരെ പരിശോധിച്ചത്. ലിസ്റ്റ് തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. 2 പേരും മെമ്പർമാരാണ്. 2 പേരും വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അതാ AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റ് പ്ലീഡർമാര്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിയിൽ ഒപ്പിടാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. അപ്പൊ അവരൊക്കെ പറയുന്ന നിർദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്നെ വരും. ഈ 2 പേരും ഈ വിവാദത്തിൽപ്പെട്ട 2 പേരും. അപ്പൊ ഈ വിവാദം ഒരാഴ്ചയായിട്ട് ഞാനും ആസ്വദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഈ ബുധനാഴ്ച വരെ ഞാനും ആസ്വദിക്കുകയാണ്. ഈ 2 പേര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 പേര് ഈ 2 പേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. 2 പേരും. അതല്ലല്ലോ, അവര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. CPMൽ നിന്ന് വന്ന 5 പേര് സ്ഥാനാർത്ഥികളായിരുന്നു അസംബ്ലിയിൽ. BJPയിൽ നിന്ന് വന്ന ഒരാള്. അതൊന്നും എനിക്കറിയില്ല. എന്നോടെന്തായാലും പറഞ്ഞിട്ടില്ല. എന്നോടൊരു പരാതിയും പറഞ്ഞിട്ടില്ല. എന്റെ അടുത്തൊരു പരാതിയും വന്നിട്ടില്ല. അത് സംബന്ധിച്ചൊരു പരാതിയും വന്നിട്ടില്ല. പരാതി നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കണം എന്താണ് പരാതി. എന്റെ മുമ്പിൽ ആ പരാതി വന്നിട്ടില്ല. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്കെന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അവർക്കൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ആവശ്യം. നിങ്ങളാണ് ഇത് ഊതി വീർപ്പിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വിവാദം തീർന്നല്ലോ ഇതോടുകൂടി. നാളെ മുതലില്ലല്ലോ ഇത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും ചോദിക്കും. എന്താ ഇപ്പൊ കുഴപ്പം? എന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം അവർക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ ഫിനാൻസ് നോക്കുന്ന എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തായാലും ഒരു ഇംപ്രോപ്പറേറ്റി ഇല്ല. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് സംഭവമാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് സംവിധാനം ഫിനാൻസിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ഡേറ്റാസ് കൊടുക്കേണ്ടി വരും. ആ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ പുറത്ത് നിന്ന്, കമ്മിറ്റിയിൽ അംഗമല്ല, കമ്മിറ്റിയുടെ പുറത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. ഏത് കമ്മിറ്റി നമ്മൾ വന്നാൽ ഇത് കാരണം ഒരുപാട് ഡേറ്റാസ് ഉള്ള കമ്മിറ്റിയാണ്. ആ ഡേറ്റാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കമ്മിറ്റി ആളുകളെ നമ്മൾ ഔട്ട്സൈഡ് വെക്കേണ്ടി വരും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം പ്രോപ്പറാണ്. ഞാന് P. രാജീവ് എന്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്.
എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അദ്ദേഹത്തിന്റെ ശൈലി അല്ല എന്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെന്റ് ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ GP-മാരെയും 5 GP-മാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GP-മാരെയും 3 GP-മാരെയും നിയമിച്ചു. 6 പേരെ. അപ്പൊ എത്ര പേരായി? 5 × 5 = 10 × 6 16 പേരെ പിണറായി വിജയന്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GP-മാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെന്റ് GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് പരിഹസിക്കുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയും? എന്താ പറയേണ്ടത്? ഇതിന്റെയൊക്കെ പ്രശ്നം ഞങ്ങൾക്ക് 23 പേരുടെ ഒരു നടപടിക്രമവും ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഞങ്ങൾ അതല്ല, AG-യുടെ ഭാഗത്തു നിന്നും DGP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയിലെ പെറ്റീഷൻസ് 37,000 പെറ്റീഷൻസാണ് അവിടെ എണ്ണം വർദ്ധിച്ച് മറ്റ് ഹൈക്കോടതികളിലേക്കാൾ എണ്ണം കൂടുകയാണ്. കോടതി മുറികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞ പ്രപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണം അത് 12 പേരാക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പൊ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കുന്നത്, ഇവരുടെയൊക്കെ വിമർശനത്തിന്റെ അടിത്തറ എന്താണ്? ആർക്കാ ചികിത്സാ സഹായം? അതൊക്കെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് നേരത്തെ നിലവിലുള്ള ഒരു ഫോമിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത്, ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത്, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മറ്റത് ചിലത് എല്ലാം ഓൺലൈനിലായിരുന്നു. ചില കേസ് അർജന്റായിട്ട് ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ പിടിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ചില കേസ് അർജന്റായിട്ടുള്ള സർജറി നടത്തേണ്ട കേസ്, ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട കേസ്, അങ്ങനെയാണ്. പേപ്പറിൽ മറ്റേ പണ്ട് ഏതോ സർക്കാരിലൊരു മന്ത്രി മറ്റേ സിഗരറ്റിന്റെ കൂടിൽ എഴുതി കൊടുത്ത പോലെ ഒന്നും ഞാൻ ചെയ്യില്ല. അത് തെറ്റായ അപേക്ഷ. ക്യാബിനറ്റിൽ വന്നിട്ടില്ല, അടുത്ത ആഴ്ചത്തെ ക്യാബിനറ്റിൽ വരും. അതല്ല, മിക്കവാറും സ്റ്റാഫെല്ലാമായി വല്ല 1-2 സ്ഥലത്തൊക്കെ ആയിരിക്കുള്ളൂ. അത് പരിശോധിച്ച് ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.